വരുൺ, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും കാണണമെന്ന് പറഞ്ഞതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. പ്രിയങ്കയ്ക്ക് പകരം മരിച്ച പെൺകുട്ടി ആരാണെന്ന് കൃത്യമായി കണ്ടെത്തി ആ പെൺകുട്ടിയുടെ കൊലപാതകത്തിന് ചന്ദ്രശേഖരൻ തന്നെയാണ് ഉത്തരവാദിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ചന്ദ്രശേഖരൻ ജീവപര്യന്തം ശിക്ഷിക്കപ്പെടും. പക്ഷേ കുറച്ചു നാളുകൾ കഴിഞ്ഞിട്ടായാലും ചന്ദ്രശേഖരൻ പുറത്തുവരും. ഞങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? തൽക്കാലം നിങ്ങളൊന്നും ചെയ്യണ്ട. പക്ഷേ നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഇതുവരെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ചന്ദ്രശേഖരനും മകൻ ഗൗതമിനും നിങ്ങൾ രണ്ടുപേരോടുമാണ് വൈരാഗ്യം. സോ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ അവർ ശ്രമിക്കും. അതിന് ചെറിയച്ഛനോട് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. രാധിക ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ കൊടും ക്രിമിനലുകളായ ആളുകളോട് ആരും അങ്ങോട്ടൊരു തെറ്റും ചെയ്യാറില്ല. പക്ഷേ കാണുന്നതൊക്കെ അവർക്ക് തെറ്റായിട്ട് തോന്നും. ഉദാഹരണത്തിന്, ഒരു ക്രിമിനൽ നടക്കുന്ന വഴിയിൽ മാർഗ തടസ്സമായി നിൽക്കുന്ന ഒരാളെ ചിലപ്പോ അയാളെ വെട്ടി വീഴ്ത്തിന്ന് വരും. അത് എന്തെങ്കിലും വൈരാഗ്യം കൊണ്ടാണോ? അല്ല, അത് ക്രിമിനൽസിന്റെ നേച്ചറാണ്. സോ നിങ്ങളെ തെറ്റ് ചെയ്തോ ഇല്ലയോ അതിവിടെ ബാധകമല്ല. ചന്ദ്രശേഖരന്റെ മകനായാലും ഭാര്യയായാലും ചന്ദ്രശേഖരൻ ജയിലിൽ പോകാൻ കാരണം ആരാണെന്ന് ചോദിച്ചാ രാധികയാണെന്ന് പറയും. മാഡം, രാധികയെ സംരക്ഷിക്കാൻ എനിക്കറിയാം. ഗൗതവും സിയയും അവരുടെ ആളുകളും ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചാലും ഇവക്കൊരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് മതി. പിന്നെ രാധികയോട് പറയാനുള്ള കാര്യം, പ്രിയങ്ക ഇപ്പൊ നോർമൽ അല്ല. അതിന്റെ അർത്ഥം ഒരിക്കലും നോർമൽ ആവില്ല എന്നല്ല. പ്രിയങ്കയുടെ ബുദ്ധി സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നാൽ ഏറ്റവും അപകടകാരിയാവുന്നത് അവളായിരിക്കും. പ്രിയങ്ക രാധികയോട് ചെയ്ത ദ്രോഹങ്ങളൊന്നും മറന്നുപോകരുത്. അവൾ നിന്നോട് അടുത്താലും അകന്നു നിന്നാലും കൃത്യമായി അവളെ വാച്ച് ചെയ്യണം. എന്തേലും വന്നാലും എനിക്ക് ചേച്ചിയെ വിളിക്കാമല്ലോ. എന്നെ വിളിക്കണം. വിളിച്ച ആ നിമിഷം ഞാൻ ഇവിടെ എത്തുകയും ചെയ്യും. പക്ഷേ അതിന് കുറച്ച് സമയമെടുക്കില്ലേ? ആ ചെറിയ സമയത്തിനുള്ളിൽ പോലും നിനക്കൊന്നും സംഭവിക്കാൻ പാടില്ല. മാഡം, പിതാമേഡമാണ് ഈ കേസിലേക്ക് മാഡത്തെ വിളിച്ചു വരുത്തിയത്. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും അടുത്ത ബന്ധു തന്നെ ആയി കഴിഞ്ഞു മാഡം. ആണല്ലോ വരുൺ. രാധിക എന്റെ അനുജത്തെയാണെന്നല്ലേ താൻ പറയുന്നത്? അപ്പൊ പിന്നെ അടുത്ത ബന്ധുവല്ലേ? പിന്നെ ഞാനിന്ന് ബാംഗ്ലൂരിലേക്ക് മടങ്ങുവാണ്. അവിടെ എനിക്ക് കുറച്ച് ജോലിയുണ്ട്. കൂട്ടത്തിൽ ഞാനൊന്ന് പറഞ്ഞിരുന്നില്ലേ എന്റെ അച്ഛനെ തിരക്കുന്ന കാര്യം, അതും ഒന്ന് കണ്ടിന്യൂ ചെയ്യണം. ചേച്ചി അന്വേഷിക്കുന്ന കണ്ടെത്തും. ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ പിന്നെ ആ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഇയാളുടെ പ്രാർത്ഥന എനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ വരുൺ? ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നോക്ക്, ഭഗവാൻ ശ്രീകൃഷ്ണനെ മൊത്തം എടുത്ത് ഇയാളുടെ കയ്യിലെങ്ങ് വെച്ചിരിക്കുക. എനിവേ, താങ്ക് യു മാഡം. താങ്ക്സ് ഒന്നും വേണ്ട. അനിയനും അനിയത്തിക്കും വേണ്ടി ചെയ്യുന്ന കാര്യത്തിന് നന്ദി എന്തിനാ? വല്ലപ്പോഴും ഒരിക്കല് തിരക്കൊക്കെ ഒഴിയുമ്പോ ഞാനിങ്ങോട്ട് ഇറങ്ങാം. നമുക്ക് ഒന്നിച്ച് കുറച്ച് സമയം ചെലവഴിക്കാം. എന്താ വേണ്ടേ? വേണം. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വരണം. ഞാൻ വിളിക്കുകയും ചെയ്യാം. ഓക്കെ.